ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ, പ്രധാനപ്പെട്ട റിലീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തേതുള്ളത് ഇന്ന് റിലീസ് ചെയ്ത ഒരു ഹൊറർ ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡാംഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആപ്പിൾ TV പ്ലസിലും ആമസോൺ പ്രൈമിലുമാണ് ഈ ഒരു സിനിമ റെൻ്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ ഈ മാസം അവസാനത്തെ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോ ആയിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓണം സ്പെഷ്യലായിട്ടാണ് ഈ ഒരു സിനിമയുടെ റിലീസ് ഉണ്ടാവുക. അടുത്ത നമ്മുടെ വിജയ് സേതുപതി, നിത്യ മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയായിരുന്നു തലൈവൻ തലൈവി എന്ന് പറഞ്ഞ സിനിമ. കേരളത്തിൽ സിനിമ വിജയിച്ചിട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ആഗസ്റ്റ് മാസം 22-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഫഹദ് ഫാസിലും വടിവേലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയായിരുന്നു മാരീസ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു ഏവറേജ് അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഈ സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് F1 ദ മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV പ്ലസിൽ ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിവാദമായ ഒരു സിനിമയായിരുന്നു സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിൻസി അലോഷ്യസ് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെയായിട്ട്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. ഇതുപോലെ വിവാദം ആയെങ്കിൽ പോലും ഈ സിനിമ തിയേറ്ററിൽ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 21-ാം തീയതി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ഒരു ബ്രഹ്മാണ്ഡ മൂവിയായിരുന്നു കൂലി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ തലൈവർ രജനീകാന്തും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ, ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമ തിയേറ്ററിൽ പേര് കൊടുക്കുന്നത് തന്നെ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്ന ശേഷം 28 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാന്നുള്ളതാണ്. 28 ദിവസങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യാന്നുള്ള അഗ്രിമെൻ്റ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഒരു പ്രതീക്ഷിക്കുന്ന ഡേറ്റ് ആണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഉള്ള സെപ്റ്റംബർ മാസം 12-ാം തീയതി ആമസോൺ പ്രൈമിൽ കൂലി എന്ന സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. മലയാള ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പെരുമാനി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും വലിയൊരു വിജയമാവാതെ പോയൊരു സിനിമയായിരുന്നു. പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഈ സിനിമയുടെ റിലീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സൈനാപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം കമ്മിങ് സൂൺ പോസ്റ്ററും വന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഡേറ്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 21-ാം തീയതി സൈനാപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്യാണ്. എന്തായാലും ഈ സിനിമ കണ്ടതാണ്, ഞാൻ കണ്ട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.